ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വരുന്ന റമദാനിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം. അതിന് മുൻപായിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബോണോട് കൂടിയ ചിക്കനാണ് എടുത്തത്. ബോൺലെസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതൊന്ന് പിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതൊന്ന് പിച്ചെടുക്കട്ടെ. അത് പിച്ചെടുത്തതിന് ശേഷം കണ്ട അതിനൊരു വൈറ്റ് പാർട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ വേവിച്ച് അതിലോട്ട് കുറച്ച് ഗ്രേവി ഉണ്ടാവുമല്ലോ, അതിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. നല്ല വലുതാണെങ്കിൽ 2 എണ്ണം കണ്ട് മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടെ ഇട്ടിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ അതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതാക്കി നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നേരത്തെ മാറ്റി വെച്ചത്, അത് നന്നായിട്ട് അതിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയോ മല്ലിയിലയോ, ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തത്. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ആ പൊടികളൊക്കെ ആ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ ഉടച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. മസാലയുടെ എളുപ്പം കഴിയുന്ന മസാലയാണ്, എളുപ്പം കഴിയുന്ന സ്നാക്സും കേട്ടോ. നമുക്കിത് സ്റ്റോർ ചെയ്തിട്ട് കുറേ ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പോൾ റമദാനിലൊക്കെ നമുക്ക് എളുപ്പം പണി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഒരു സ്നാക്സിന് 2 ബ്രെഡ് പീസസ് വേണം കേട്ടോ. അപ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് റെഡിയാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് പീസസ് എടുക്കുക. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പം മെഷർമെൻറ്റ് കപ്പില്ലേ അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവുമല്ലോ, അത് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേങ്കിലേ ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴേക്ക് ഇത് കുറച്ച് വലിപ്പം തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ചെറുത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തതുകൊണ്ട് ഇതേ വലിപ്പത്തിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു അടപ്പുണ്ടായിരുന്നു, അടപ്പല്ല, ഒരു ചെറിയൊരു പാത്രം, അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്ത് അതാകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ലതെന്ന്. അങ്ങനെ ഞാൻ ചെറുത് കൊണ്ട് തന്നെയാണ് പിന്നെ മുഴുവനും ചെയ്തെടുത്തത്. അപ്പോൾ ബാക്കി മുഴുവൻ ഇതുപോലെ ചെയ്യട്ടെ. അപ്പോൾ ഇതാ മുഴുവൻ ബ്രെഡ് പീസസും കൊണ്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമുള്ള അടപ്പ് കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ ബാക്കി വന്ന ബ്രെഡിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഞാൻ കളയുന്നില്ല കേട്ടോ. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് എന്തായാലും ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാനൊരു ഡൈൻമൈ ലൈഫ് ചെയ്തിട്ടുണ്ട്, അതിലുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഷോർട്സിലുണ്ട്. ഏതാ നിങ്ങൾക്ക് ആവശ്യം പറഞ്ഞാൽ മതി. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ഒന്ന് ചാനൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പം പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കും. അതിൽ ഫ്ലേവർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കൂടുതലായിട്ട് വല്ലാണ്ട് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ആ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഒന്ന് മിക്സായി വരാം, അത്രയും വേണ്ട. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ ബ്രെഡ് ക്രംസും ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചാനലൊന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫുൾ വീഡിയോ കിട്ടും കേട്ടോ. ഇതുപോലുള്ള കുറച്ച് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. കാണാനുള്ള ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ്, ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതാ ഈ ഓരോ ബ്രെഡ് പീസസിലും ഇതുപോലെ മുട്ട ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാലയിൽ നിന്ന് കുറച്ച് എടുക്കുക, കൂടുതലല്ല. എന്നിട്ട് എടുത്തിട്ട് അതൊന്ന് അതിലോട്ടൊന്ന് പതിപ്പിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റിക്ക് അതിങ്ങനെ പതിപ്പിച്ച് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ സ്റ്റിക്ക് വെക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് മസാല വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്ന് ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി കേട്ടോ.
ശരിക്കും ഈ സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ കാണാനുള്ള ഒരു ഭംഗിക്കും ഒരു പാർട്ടിയിലൊക്കെ നമുക്കിങ്ങനെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ ലോലിപ്പോപ്പൊക്കെ പോലെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം ഉണ്ടാവും. പിന്നെ നമുക്കും തന്നെ അത് കാണുമ്പോൾ ഒരു കൗതുകമല്ലേ. അപ്പോൾ അതിന് വേണ്ടി വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ വേറെ ഉപകാരം ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്നിട്ട് ഇനി ഇതിൻ്റെ ആ സൈഡ് വശത്ത് കുറച്ചുകൂടെ അതിൻ്റെ മേലെയും താഴെയൊക്കെ നന്നായിട്ട് ആ മുട്ടയുടെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് വശം നന്നായിട്ട് സീൽഡ് ചെയ്തെടുക്കുക. സീൽഡ് ചെയ്തതിന് ശേഷം ഈ മുട്ടയിലോട്ട് ഞാൻ വീണ്ടും ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ കൈ തട്ടാതെ നമുക്ക് അതിൽ നിന്ന് അതിനത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ പിന്നെ കുറച്ച് കുഴിയുള്ള പാത്രം ആയതുകൊണ്ടാണ് പിന്നെ അതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ മുട്ടയും അത്രയൊന്നും ഇല്ലല്ലോ, 2 മുട്ടയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ കട്ട്ലറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നില്ലേ ബ്രെഡ് ക്രംസിലും റസ്ക് പൊടിയിലൊക്കെ, അതുപോലെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്ക് പൊടിയും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ എടുക്കാം കേട്ടോ. കോൺഫ്ലക്സ് ഉണ്ടെങ്കിൽ കോൺഫ്ലക്സ് എടുക്കുക, എന്തായാലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലക്സ് ഒന്ന് കൈവച്ചൊന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി, അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ബ്രെഡ് ക്രംസ് ബ്രെഡ് പീസസ് വേസ്റ്റ് ആകുന്നതിന് ഞാൻ അധികവും ഇങ്ങനെയാണ് ചെയ്യാറ്. എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഞാൻ അതിനൊന്ന് അധികം ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് നമ്മൾ എടുക്കാമെന്ന്. ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ആവശ്യം വന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം ഞാനിപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്രെഡ് ഒന്ന് അതിലേക്ക് ഡിപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ മുഴുവനും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതില്ലേ ഇതുപോലെ നിങ്ങളൊരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലുണ്ടല്ലോ കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ നമുക്ക് പിന്നെ ഒരു പരിപാടിക്കൊക്കെ അല്ലെങ്കിൽ ഒരു നോമ്പ് തുറയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സ്നാക്സ് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അതേ തണുപ്പോട് കൂടിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കരുത്, കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ അതേ കണക്ക് അതിങ്ങ് കോരി മാറ്റാം. ബ്രെഡിൻ്റെതായതുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ. നമുക്ക് തോന്നില്ല എണ്ണയൊക്കെ കുടിക്കുന്നില്ല, പക്ഷേങ്കിൽ അധികം എണ്ണയൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതെന്തായാലും ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിന് കോമ്പിനേഷൻ ബെസ്റ്റ് മയോണൈസ് ആയിരുന്നു, പക്ഷേങ്കിൽ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് കയ്യിൽ എൻ്റെ അടുത്ത് ടൊമാറ്റോ കെച്ചപ്പായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ മയോണൈസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബ്രെഡും ചിക്കനൊക്കെ കൂടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതുപോലെ കെച്ചപ്പോ മയോണൈസോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ചിട്ട് അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്